നമസ്കാരം. ശശി തരൂരും കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ തരൂർ കോൺഗ്രസ് വിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമയത്താണ് പാർലമെന്റിൽ നിർണായകമായ ഒരു വർഷകാല സമ്മേളനം നടക്കുന്നത്. നിർണായകം എന്ന് പറയാൻ കാരണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. BJPയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന തരത്തിൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നു. തരൂരിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. തരൂർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരും എന്ന തരത്തിലുള്ള വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. അപ്പോൾ തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് കുറച്ചു കാലമായി ദേശീയ വാർത്തകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാർത്തകൾ വികസിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് നിർണായകമായ ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ അഭിവൃദ്ധിയില്ലാത്ത, പുരോഗതിയില്ലാത്ത, അല്ലെങ്കിൽ ദുർബലാവസ്ഥയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എന്ന് വിശേഷിപ്പിച്ച് പരിഹസിച്ചിരുന്നു. അതായത് ഇന്ത്യയും റഷ്യയും പരസ്പരം വ്യാപാരം നടത്തുന്നു, ഇതുകൊണ്ട് രണ്ടുപേരുടെയും ചത്ത സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വഷളാക്കാനേ അതുകൊണ്ട് ഉപകരിക്കൂ എന്നാണ് ട്രംപ് ഇന്ത്യയെ പരിഹസിച്ചത്. അപ്പോൾ ഇതിന് പല കോണുകളിൽ നിന്ന് ഇതിനെ എതിർത്തും അനുകൂലിച്ചും വാദങ്ങൾ വന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുന്നത്, അതായത് GDP, അതായത് രാജ്യത്തെ മൊത്തം ഉൽപാദനക്ഷമത, അത് ഏതാണ്ട് 6.5 ഇപ്പോഴുള്ളത്. അതായത് മുൻ വർഷത്തേക്കാൾ വർധനവാണ്, അതായത് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് വെറും ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ എതിർപ്പിൻ്റെയോ പേരിൽ ട്രംപ് ഇന്ത്യയെ ഇത്തരത്തിൽ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിനെതിരെ പല രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ആശ്ചര്യകരമായി വന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പരാമർശത്തെ സ്വാഗതം ചെയ്ത് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇക്കാര്യം ഇന്ത്യയുടേത് ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും മാത്രമാണ് ഇത് മനസ്സിലാകാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി അതിനെ ന്യായീകരണമായി നിരത്തുന്നത്, അതായത് നോട്ട് നിരോധന കാലം, അതിനുശേഷം നമ്മൾ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ കുറേയധികം വ്യവസായങ്ങൾക്കുണ്ടായ പ്രതിസന്ധികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ GST പരിഷ്കരണം ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. കേരളം അതിൻ്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നും കൂടിയാണ്. അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ അസംബിൾ ഇന്ത്യ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന വ്യവസായശാലകളും സംരംഭകരുമെല്ലാം ഇന്ത്യയിലേക്ക് വരണം എന്ന ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. അത് ഫലവത്തായില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന സംഗതികളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള ആശയമാണ് മേക്ക് ഇൻ ഇന്ത്യ. അതും പാളിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. അതേപോലെ MSME, അതായത് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ് എന്ന് രാഹുൽ ഗാന്ധി വാദിക്കുന്നു. അതേപോലെ കർഷകരുടെ പ്രശ്നം, നിരവധിയായ കർഷക സമരങ്ങൾ കഴിഞ്ഞ ഇടയിൽ ഉണ്ടായി. ഏറ്റവും വലിയ കർഷക സമരം അത് നമ്മുടെ ഡൽഹിയിൽ അക്രമാസക്തമാകുന്ന, അത് വലിയ രീതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുന്നത് വരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഒരു ചതഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ള ഒരു വികാരം രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത്. പക്ഷേ ഇത് തീർത്തും അനവസരത്തിലുള്ളതാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ഒന്നടങ്കം നാണക്കേടിൽ ആഴ്ത്തിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നയാളെന്ന നിലയിൽ തീർച്ചയായും രാജ്യ താല്പര്യം മുൻനിർത്തി അതിനെ ശക്തമായി എതിർക്കേണ്ട ബാധ്യതയുള്ളയാളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിരോധം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത് തികട്ടി വന്നതുകൊണ്ടോ അദ്ദേഹം ഒരു അപക്വമായ പ്രതികരണമാണ് ഈ അവസരത്തിൽ നടത്തിയതെന്ന് നിസ്സംശയം പറയണം. അതുകൊണ്ട് തന്നെ ശശി തരൂർ അടക്കമുള്ളവർ, അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അടക്കമുള്ളവർ ഈ നിലപാടിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. തരൂർ അടക്കമുള്ളവർ പറഞ്ഞത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ അത് വളരെ നിർണായകമായ സംഗതിയാണ്. അത് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളതിന് ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം.
നമ്മൾ നിലവിൽ യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായുമൊക്കെ ചർച്ച നടത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വിപണി അത് ഒരു വലിയൊരു സാധ്യതയാണ്. അത് നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്നത് കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അധികം ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ഉദാഹരണമായി പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വളരെ ഉന്നത മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ വാങ്ങിക്കാൻ ആളുണ്ടാകില്ല. ചില അത്യാഡംബര ജീവിതം നയിക്കുന്നവർ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിയെന്നിരിക്കും. അതായത് വളരെ വില കൂടിയ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളോ വാഹനങ്ങളോ ഇത്തരം സംഗതികളൊക്കെയാണ് സാധാരണ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാറ്. അപ്പോൾ അതിസമ്പന്നരായവർ മാത്രം വാങ്ങാൻ സാധ്യതയുള്ള അത്തരം സാധനങ്ങൾ സാർവത്രികമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അത് പ്രായോഗികമല്ല. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് മുന്തിയ വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യവും അതില്ല. അതേപോലെ തന്നെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ നികുതി ഏർപ്പെടുത്തി അതിൻ്റെ ഇങ്ങോട്ടുള്ള വരവിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുറന്നു കിട്ടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിന് നമ്മൾ വശംവദരാകേണ്ടതില്ല. നമ്മുടെ ആഭ്യന്തര വിപണി മെച്ചപ്പെടുത്തി എടുക്കണമെന്നാണ് തരൂർ പറഞ്ഞത്. ഇതിനുശേഷം വീണ്ടും ചർച്ചകൾ വന്നു. പിന്നീട് ശശി തരൂരിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെ ഇന്ത്യയുടെ ഒരു ചതഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ്, ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, അതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിനെ ന്യായീകരിക്കാൻ തരൂർ നിന്നില്ല എന്നുള്ളത് ഒരു വ്യക്തമായ സൂചനയാണ്. അതായത് ശശി തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വാദം അതിനോട് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടാകും, കാരണങ്ങളുണ്ടാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് തരൂർ പറഞ്ഞത്. അതായത് തൻ്റെ നേതാവിനെ, തൻ്റെ പാർട്ടിയുടെ ലോക്സഭാ നേതാവിനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഒരു തരത്തിലും ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ, ഒന്ന് സംരക്ഷിച്ച് നിർത്താൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ തരൂർ ഒരുക്കമല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ലോക്സഭയിൽ ചർച്ച നടന്നപ്പോൾ, അതായത് ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ സൈനിക മറുപടി നൽകി, സൈനികരെ വധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, അതായത് സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ നിരത്തുമ്പോൾ പ്രതിപക്ഷ നിര ഒന്നടങ്കം മ്ലാനവതരായി കാണപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കടുത്ത അമർഷം, അതായത് പ്രതിപക്ഷം ഉന്നയിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ BJP അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയേക്കാൾ പ്രധാനം രാഷ്ട്രീയ നേട്ടമാണ് എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ അജണ്ട. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി എന്ന് പറയുമ്പോൾ ബെഞ്ചിലടിച്ച് അനുകൂലിച്ച ആളുകൂടിയാണ് ശശി തരൂർ. പ്രതിപക്ഷ നിര ഒന്നടങ്കം അപ്പോൾ മൗനമായിരുന്നു എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി, അതായത് ശശി തരൂർ കോൺഗ്രസിൻ്റെ പുറത്തോ അകത്തോ എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ശശി തരൂർ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാൻ തരൂർ സന്നദ്ധനാകാതെ വന്നതും നേരത്തെ ഭരണകൂടത്തിൻ്റെ അതിൻ്റെ ഒരു ഭരണ നേട്ടത്തെ അല്ലെങ്കിൽ സൈനിക നേട്ടത്തെ ലോക്സഭയിൽ ബെഞ്ചിലടിച്ച് അഭിനന്ദിക്കുകയും ചെയ്ത തരൂരിൻ്റെ നിലപാട് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.